നമസ്കാരം, ഇറ്റ്സ് മീ രേഷ്മ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് മീഷോ പ്രോഡക്ട്സ് കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഡെയിലി പ്രോഡക്ട്സ് എടുക്കുന്ന ഒരാളല്ല, പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സമയങ്ങളിൽ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രോഡക്ട്സിന്റെ റിവ്യൂ ആണ്. ഒരുപാടൊന്നും ഇല്ല, കുറച്ച് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രിയാണ്, അതാണ് വെട്ടത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പകലാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ വെട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പകല് കുതിരെ നോക്കുന്ന കാര്യങ്ങളാണെങ്കിലും പിന്നെ ഓൺലൈനായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രി വീഡിയോസ് എടുക്കുന്നത്. മാക്സിമം ഞാൻ പകലെടുക്കാൻ തന്നെ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് ഒരു ബാഗാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബാഗാണ്. അപ്പോൾ ബാഗ് നല്ല അടിപൊളി ബാഗാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ബാഗിൽ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോഴേക്കും നല്ല റിവ്യൂസ് ഒക്കെ കിട്ടിയെങ്കിലും ഉള്ളിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ബാഗ് എങ്ങനെ ഒരുപാട് നാൾ നിൽക്കുമോ, പൊട്ടിപ്പോവോ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ കുഞ്ഞിക്കുള്ളതുകൊണ്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും എന്റെ മാത്രം സാധനങ്ങളല്ലല്ലോ, കുഞ്ഞിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങളുടെ വെള്ളവും സ്നാക്കിയും ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ബാഗാണ് നോക്കിയത്. അപ്പോൾ 200 തൊട്ട് മേളിലോട്ട് നല്ല ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലോങ് ചെയിൻസിന്റെ ബാഗും കാര്യങ്ങളുണ്ട്, അല്ലാതെയുള്ള ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് എനിക്ക് എവിടെയെങ്കിലും പുറത്തോട്ട് പോകാനായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു രീതിയിലാണ് ബാഗ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ബാഗ്. ഇത് വന്നിട്ട് വൈറ്റും ബ്ലാക്ക് ചേർന്നിട്ടുള്ള ബാഗാണ്. ഇത് എല്ലാ ഡ്രസ്സിന്റെ കൂടെ മാച്ചിങ് ആണ്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് എല്ലാ ഡ്രസ്സിന്റെ കൂടെ നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ബാഗാണ്. അപ്പോൾ ബാഗിന്റെ ഉള്ളില് ഒറ്റ മുറിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മുറിയാണുള്ളത് ബാഗില്, കണ്ടല്ലോ, ഒരു മുറിയാണ് ബാഗിലുള്ളത്. എന്നിട്ട് ഒരു ചെറിയൊരു മുറി കൂടെ ഉണ്ട്. ഇതാണ് ആ ചെറിയ മുറി. ഇതിൽ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു മുറിയാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതൊറ്റ മുറിയാണ്, എന്നാലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് വേറൊരു മുറിയുണ്ട്. ഇതിൽ നമുക്ക് ഫോണൊക്കെ ഇട്ട് വെക്കാനുള്ളതാണ് കേട്ടോ. ഫോണൊക്കെ ഇട്ട് വെക്കാൻ പറ്റുള്ള ഒരു മുറിയാണ്. ഒറ്റ മുറിയാണ് ഇതിൽ ഒന്ന്. പിന്നെ ഫോൺ വെക്കാനുള്ളത്, പിന്നെ ഈ ഒരു മുറി. ഇത്രയാണ് ഇതിലുള്ളത്. എന്നാൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ബാഗിന്റെ വലുപ്പത്തിലല്ല നമുക്ക് സ്റ്റോറേജ് സ്പേസ് എത്രയോ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകുന്നത് തന്നെയാണ് കാര്യമുള്ളത്. പിന്നെ വരുന്നത് ഈ ഒരു മുറിയാണ് കേട്ടോ. ഈ ഒരു മുറിയാണ് ബാക്കില്. അപ്പോൾ ഇതിന്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കയറിയിട്ട് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബാഗ് തന്നെയാണ്. കാരണം എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വെക്കാനായിട്ടുള്ള സ്പേസ് ഇതിലുണ്ട്. അതുകൊണ്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിപ്പോ എടുത്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. ഇതുവരെ ഒരു ഡാമേജ് വന്നിട്ടില്ല. സിബും കാര്യങ്ങളും ഓക്കെയാണ്, വേറെ ഡാമേജസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വാഷ് ചെയ്യാനും പറ്റും, വാഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ബാഗ് തന്നെയാണ്. അപ്പോൾ എനിക്കിത് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതിന് 5 സ്റ്റാർ തന്നെ കൊടുക്കാം, നല്ല ബാഗാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ ഈ കുട്ടി ഷൂസ് ആണ്. ഇതപ്പോൾ എന്റെ കുഞ്ഞിന് ഇദൂസിന് വാങ്ങിച്ചിട്ടുള്ള ഷൂസ് ആണ്. നമുക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ ഇതായിട്ടുള്ളത് അല്ല യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇത് 6 ഉണ്ട്, പല കളേഴ്സും ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. നല്ല പല കളേഴ്സിൽ ഇത് കിട്ടുന്നുണ്ട്, അത് തന്നെ വലിയ അട്രാക്റ്റീവാണ് ഇതിൽ. അപ്പോൾ ഇതിൽ വന്നിട്ട് പുറകിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, ഹെയറിൽ പിൻ ചെയ്ത് വെക്കാനായിട്ട്. അത് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇത് നമ്മൾ ഹെയറിൽ ഇങ്ങനെ കുത്തി കൊടുക്കണം. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കുഞ്ഞിന്, ഇത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതിലും 5 സ്റ്റാർ കൊടുക്കും, കാരണം ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു.
അപ്പോൾ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഈ 3 പ്രോഡക്ട്സ് ആണ്. വേറെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഇനി എടുക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ഞാൻ റിവ്യൂസ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ എല്ലാം കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഒരു 500 താഴെയുള്ള പ്രോഡക്ട്സ് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ചെക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും റിവ്യൂസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണം, അതിന് കിട്ടിയുള്ള സ്റ്റാർസ് നോക്കണം, 5 സ്റ്റാർ ആണോ 4 സ്റ്റാർ ആണോ, പിന്നെ അതിന്റെ കമന്റ്സ് എല്ലാം നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. മീഷോയാണ് നമുക്ക് ചില സമയങ്ങളൊക്കെ ബാഡ് പ്രോഡക്റ്റ് ഒക്കെ കിട്ടാറുണ്ട്, ഡാമേജ് പ്രോഡക്ട്സ് ഒക്കെ കിട്ടും. അപ്പോൾ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് ബൈ ബൈ.